Hi, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഹെയർ സ്ട്രെയിറ്റ്നറിന്റെ റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുറച്ച് മാസം മുന്നേ വാങ്ങിച്ചതായിരുന്നു. വാങ്ങിയതിന്റെ കാരണം എന്ന് വെച്ചാല് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഹെയർ സ്ട്രെയിറ്റ്നർ ആയിരുന്നു ഇത്. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് വാങ്ങി നോക്കാന്ന്. അപ്പൊ അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. അപ്പം ഇത് ശരിക്കും വർക്ക് ചെയ്യുവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതും എന്റെ ഒരു ഹെയർ ടൈപ്പിന് ഇതിന് കൊള്ളാവോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. പേര് വന്നിട്ട് കെമി പ്രൊഫഷണൽ ഹെയർ സ്ട്രൈറ്റ്നർ എന്നാണ് കേട്ടോ. ഇത് സാധാരണ പോലത്തെ ടൈപ്പ് അല്ലേ. ഫ്ലാറ്റ് ടൈം വന്നിട്ട് കുറച്ചും കൂടെ ഒരു വീതിയുണ്ട്. മറ്റേ സാധാരണ ടൈപ്പില് ഈ പോർഷൻ ഭയങ്കര വീതിയില്ല, ഭയങ്കര തിന്നായിട്ടില്ലായിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കുറച്ചേറെ മുടി കൊള്ളാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതുണ്ടോ, ഇതിന്റെ ഈ വിട്ട് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്ക് കുറെ കൂടി മുടി നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഹെയർ സ്ട്രൈറ്റ്നർ ഇതുപോലൊരു ബോക്സിലാട്ടോ വരുന്നത്. പിന്നെ ഇതിന്റെ കോഡ് വയറിനൊക്കെ അത്യാവശ്യം നല്ല നീളമൊക്കെ ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാനൊക്കെ കുറച്ച് ഈസിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സെറാമിക് ഹീറ്റിംഗ് പ്ലേറ്റ് വന്നിട്ട് കുറച്ച് വിട്ടുള്ളതാണ്. ഇതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ വരുന്നത് 160 തൊട്ട് 220 വരെയാണ്. 4 ടെമ്പറേച്ചർ വരുന്നുണ്ട്. അപ്പോൾ ആ പവർ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ ടെമ്പറേച്ചർ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കാം. ഹീറ്റ് പ്രൊട്ടക്റ്റർ സിറത്തിന് പകരം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാട്ടോ. നമ്മുടെ മുടിയിൽ അങ്ങനെ ഓയിൽ കണ്ടൻ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഷാമ്പൂ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പം ഇതാണ് എൻ്റെ മുടി. അപ്പോൾ നമുക്ക് ഓരോ പാട്ടായിട്ട് ബാക്കിൽ നിന്ന് എടുത്ത് സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങാവേ. ഞാൻ ഒരുപാട് ഹീറ്റ് ഇട്ടിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ബാക്കിയും കൂടെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് അത്യാവശ്യത്തിനൊക്കെ രീതിയിലൊരു സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട്, അതായത് വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ബാങ്ക്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ, ആ ഒരു പർപ്പസിനൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കിടക്കണമെന്നൊക്കെ ആണെങ്കിൽ നമ്മളൊരു നല്ലൊരു ഹെയർ സ്ട്രെയിറ്റ്നർ വാങ്ങേണ്ടി വരും. അതെന്തായാലും 1000 എബോ ആവും. അപ്പോൾ അത്രയും ക്യാഷ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറൊക്കെ മതിയാവും. അപ്പോൾ എൻ്റെ ഈ ഒരു ഹെയർ ടൈപ്പ് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.